ഗുഡ് മോർണിംഗ്. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ക്ലൈമറ്റ് ഇങ്ങനെയാണ് കേട്ടോ. നല്ല രീതിയിലുള്ള മഴ മൂടലുണ്ടേ. അതുകൊണ്ട് മുറ്റമൊന്നും ഞാൻ തൂത്തിട്ടില്ല, കുറച്ചുകൂടെ കഴിഞ്ഞിട്ട് തൂക്കാമെന്ന് ഓർത്തേ. ഞാനിപ്പോൾ ഇറങ്ങിക്കഴിഞ്ഞാൽ കിങ്ങിണി ഇറങ്ങുവേ, അതുകൊണ്ട്. അപ്പോൾ നിങ്ങൾ വിചാരിക്കും ഇവളെന്നും ഈ കുറേ മരങ്ങളും കുറേ പള്ളിച്ചെടികളും ഒക്കെയാണല്ലോ കാണിക്കുന്നതെന്ന്. സത്യം പറഞ്ഞാൽ ചേട്ടായി രാവിലെ പോയി കഴിയുമ്പോൾ പിന്നെ എൻ്റെയും കിങ്ങിണിയുടെയും ലോകമെന്ന് പറയുന്നത് ഈ മരങ്ങളും ഈ കുഞ്ഞു വീടും നമ്മുടെ ഈ ഒരു പരിസരം മാത്രമേ ഉള്ളൂ. ഞങ്ങൾ സത്യം പറഞ്ഞാൽ ഈ ഒരു വീടിനപ്പുറത്തോട്ട് ഞങ്ങൾ അങ്ങനെ ഇറങ്ങാറില്ല. കാരണം ഇവിടെ എന്ന് പറയുമ്പം അങ്ങനെ ആരുമായിട്ടും വലിയ സമ്പർക്കമൊന്നുമില്ല. ഈ ഒരു സ്ഥലം കഴിഞ്ഞിട്ടാണ്, ഇതുണ്ടോ, ഇത് കഴിഞ്ഞിട്ട് കുറേ അപ്പുറയാണ് വീടുകൾ. പിന്നെ ഞങ്ങളുടെ ഓണറിൻ്റെ വീടാണതേ, അത് കാണാമോ, കണ്ടോ, അത് ഞങ്ങളുടെ ഓണറിൻ്റെ വീടാണ്. പിന്നെ കാണാൻ പറ്റാമെന്ന് പറഞ്ഞാൽ അക്കരെയാണ്, റോഡിനക്കരെ, ഇതൊക്കെ അപ്പുറയാണ്. അതുകൊണ്ട് നമുക്ക് ആൾക്കാരെ ആരെയും കാണാൻ പറ്റില്ല. ചേട്ടായി രാവിലെ പോയി വൈകിട്ടാണ് വരുന്നത്. പിന്നെ ഉച്ചയ്ക്ക് ചില ദിവസങ്ങളിൽ കഴിക്കാൻ വരും, ചില ദിവസങ്ങളിൽ കഴിക്കാൻ വരത്തില്ല, കടയിൽ നിന്ന് കഴിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ എൻ്റെയും കിങ്ങിണിയുടെയും ലോകമാണ് ഈ ഒരു വീടും ഈ പറമ്പും. ഇവിടമാണ് ഞങ്ങളുടെ ഒരു കുഞ്ഞ് സ്വർഗമെന്ന് പറയുന്നത് കേട്ടോ. അപ്പം അത് എനിക്ക് കാണിക്കാൻ നിങ്ങൾ ഇപ്പം എന്നെക്കൊണ്ട് പറ്റുന്ന അതേ ഉള്ളൂ. കാരണം പുറത്തോട്ട് അങ്ങനെ ഇറങ്ങാറില്ല. പൊതുവെ മഴയും കാര്യങ്ങളുമൊക്കെ ആയതുകൊണ്ട് തന്നെ പുറത്തോട്ടങ്ങനെ ഇറങ്ങാറുമില്ല. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ എന്നും നമുക്ക് വീഡിയോ ഇടണമല്ലോ. വീഡിയോ ഇടാൻ പുതിയ പുതിയ കണ്ടൻറ്റുകൾ വേണം. പക്ഷേ എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ കുഞ്ഞു എന്താ പറയുന്നത്, കണ്ടൻറ്റുകളാണ് ഓരോ ദിവസവും ഇതൊക്കെ. അതായത് ഓരോ ദിവസത്തെ മഴയും അതുപോലെ തന്നെ കാറ്റ്, അങ്ങനത്തെയൊക്കെയുള്ളതാണ് എൻ്റെ ഓരോ ദിവസത്തെ കണ്ടൻറ്റ് എന്ന് പറയുന്നത് കേട്ടോ. അതുകൊണ്ടാണ് ഞാൻ എന്നും ഇങ്ങനെ ഓരോ വീഡിയോസ് ഇങ്ങനെ പറമ്പിൽ നടക്കുന്നതും കൂണും ജാതിക്കയും അതൊക്കെ കാണിക്കുന്നത് കേട്ടോ. അപ്പം നിങ്ങൾക്ക് മടുപ്പ് തോന്നരുത്, കാരണം എനിക്ക് വേറെ നിർവാഹമില്ല. വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ മാത്രമാണ് നമുക്ക് വീഡിയോസൊക്കെ ചെയ്യാനായിട്ട് പറ്റുള്ളൂ. പുതിയ പുതിയ വീഡിയോസ് അങ്ങനെ എവിടെയെങ്കിലുമൊക്കെ പോവുകയാണെങ്കിൽ ഞാൻ കുറേ വീഡിയോസ് എടുത്ത് വെക്കും. കണ്ടൻറ്റിന് ക്ഷാമം വേണ്ടല്ലോ എന്നോർത്ത്. ഇപ്പോൾ കണ്ടൻറ്റിന് നല്ല രീതിയിലുള്ള ക്ഷാമമുണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഞാനിങ്ങനെ തന്നെയും പിന്നെയും ഈ പറമ്പിൻ്റെയൊക്കെ തന്നെ ഇടുന്നത്. സത്യം പറഞ്ഞാൽ ഇതാണ് കേട്ടോ ഒരു കണക്കിന് സ്വർഗം എന്ന് പറയുന്നത്. ഈ ഒരു ഏരിയ എന്ന് പറയുമ്പോൾ ഉണ്ടല്ലോ, നമുക്ക് ആരെക്കൊണ്ട് ഒരു ശല്യമില്ല, വണ്ടിയുടെ ബഹളമില്ല, ധൈര്യമായിട്ട് ഇങ്ങനെ കളിക്കാനായിട്ട് ഇറങ്ങിവിടാം. പിന്നെ ആകെപ്പാടെ പേടിക്കാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പട്ടികൾ ഇഷ്ടം മാതിരി വരാറുണ്ട്. അതാണ് പേടിയുള്ളൊരു സംഭവം കേട്ടോ. പിന്നെ അതുപോലെ തന്നെ പാമ്പിൻ്റെ ശല്യം ഇടയ്ക്ക്, ഏലത്തോട്ടം തന്നെ ആയതുകൊണ്ട് തന്നെ പാമ്പിൻ്റെ ശല്യം ഇടയ്ക്കുണ്ട്. അതൊക്കെയേ ഉള്ളൂ. അല്ലാത്ത പക്ഷം നോക്കുമ്പോൾ സ്വർഗമാണ് കേട്ടോ നമ്മുടെ ഈ ഒരു കുഞ്ഞു സ്ഥലം. അതുകൊണ്ട് ആർക്കും മുഷിപ്പൊന്നും തോന്നരുത് കേട്ടോ. എല്ലാവരും നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ, താങ്ക് യു.